ഡേ ഇൻ അവർ ലൈഫ്. ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ച നാഗമ്പടത്തുള്ള അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ പോകുവാനിടയായി. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ്. ഇതവിടുത്തെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ നമുക്ക് 3 പേരെ കാണാൻ സാധിക്കും. ഒന്ന് സെബാസ്റ്റ്യനോസ്, പിന്നെ നടുക്കായിട്ട് അന്തോണീസ് പുണ്യാളൻ, അതിനുശേഷം അപ്പുറത്ത് സെയിൻറ്റ് ജോർജ്. ഇവരെ 3 പേരെയും പ്രതിയുള്ള ആരാധനകളും അത് ആരാധിക്കേണ്ട രീതിയും അവിടെ സൈഡിലുള്ള ആ ഒരു വോളിൽ കുത്തിവെച്ചിട്ടുണ്ട്. അതിന് ചൊല്ലിയാണ് അവിടെ വന്നിരിക്കുന്നവർ ഓരോന്നായി പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും സെൻട്രലായിട്ട് കാണുന്നതാണ് അന്തോണീസ് പുണ്യാളൻ, സൈഡിലായിട്ട് സെയിൻറ്റ് ജോർജ്, ആദ്യം സെബാസ്റ്റ്യനോസ്, അങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ശേഷം അകത്തേക്ക് വരുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപക്കൂട് കാണാൻ സാധിക്കും. അവിടെ തൊട്ട് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിലൊപ്പം ഇടുകയും ചെയ്യാം. ശേഷം നമുക്ക് ആ സൈഡിലേക്ക് നീങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും അവിടെ അന്തോണീസ് പുണ്യാളൻ്റെയും ഒരു രൂപക്കൂട് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും സൈഡിൽ തന്നെയായിട്ടാണ് ആ ഒരു രൂപക്കൂട് ഉണ്ടായിരിക്കുന്നത്. വരുന്നവർക്കും ഇവിടെ വന്ന് ആവശ്യങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഏറ്റവും അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു രൂപക്കൂട്. നടുവിലായി യേശുവിൻ്റെ കുരിശിൽ തറച്ച ചിത്രവും ഒപ്പമുണ്ട്. നോക്കിയേ, ആ ഒരു രൂപക്കൂടിലെ അന്തോണീസ് പുണ്യാളനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം ആ തലയിലെ കിരീടവും ഒക്കെ മനോഹരമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതിനുശേഷം സൈഡിലേക്ക് വരുമ്പോൾ അവിടെ അച്ഛൻ പ്രസംഗിക്കുന്നുണ്ട്. ലൈവായി അവിടെ ആരാധന നടക്കുന്നുണ്ട്. കുറേയധികം പേര് ആ ആരാധന കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റ് ആളുകൾ അവിടേക്ക് പുറകിൽ ഒരു രൂപക്കൂടുണ്ട്, മാതാവിൻ്റെയും യേശു കുഞ്ഞിൻ്റെയും. അവിടെയൊക്കെ പ്രാർത്ഥിക്കുകയും ഇപ്പുറത്ത് വീണ്ടും അന്തോണീസിൻ്റെ ഒരു രൂപമുണ്ട്. അവിടെ മാല ചാർത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ ഒരു വശത്തേക്ക് ഞങ്ങൾ 3 പേരും പതുക്കെ നടങ്ങ് നീങ്ങുകയായിരുന്നു. ഒപ്പം അച്ഛൻ്റെ പ്രസംഗം പിറകിൽ നടക്കുന്നുണ്ട്, അതും കേൾക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് മുൻപിലേക്ക് കടന്നു ചെന്നു. അക്കൂട്ടത്തിൽ ഞങ്ങളും അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നടന്നു ചെന്നു. അവിടെ ഉണ്ടായിരുന്ന 3 രൂപങ്ങളാണ്. ഒന്ന് അന്തോണീസ് പുണ്യാളൻ്റെ രൂപം, നടുവിൽ യേശുവിൻ്റെ ചിത്രം, ഇപ്പുറത്തായി മാതാവിൻ്റെയും ചിത്രം. ആ 3 ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ടാണ് സ്ഥാനങ്ങളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ അവിടെ വരുന്നവർക്ക് കാണാനും സാധിക്കും. ശേഷം യേശുവിൻ്റെ വലിയൊരു രൂപം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അവിടെ പോയി പ്രാർത്ഥിച്ചു. ഒത്തിരി പേർക്ക് അവിടെ വന്ന് മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. അതുകൂടാതെ മറ്റനവധി ചിത്രങ്ങൾ അതിനോട് ചേർന്നുണ്ട്. അവിടെ ഒരു കുമ്പസാര മുറിയും കൂടെയുണ്ട്. അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒട്ടനവധി ആളുകൾ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണാം. വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ ആ ഓരോ ചിത്രങ്ങളും രൂപങ്ങളും പണി കഴിപ്പിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരോന്നിൻ്റെയും ഭംഗിയും വ്യത്യസ്തതയും എത്രത്തോളം തന്നെ ഉണ്ടെന്നുള്ളത്. അവിടെ വന്നിരിക്കുന്ന ആളുകളെയും നിരനിരയായി നിൽക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ഒപ്പം മെഴുകുതിരി കത്തിക്കുന്നതും കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തീവ്രമായിട്ടാണ് അവർ നിൽക്കുന്നതെന്നുള്ളത്. ഞങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ ചെറിയ രീതിയിലൊക്കെ സംശയത്തിലാണ്, എങ്ങനെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, തൊട്ട് തൊഴുതു. ആളുകളെല്ലാവരും കൂടെ ഒത്തിരി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് മാറുകയായിരുന്നു. ഒപ്പം എൻ്റെ ഒപ്പം അനിയനും കൂടി. ഞങ്ങൾ 2 പേരും ഒന്നുകൂടി ലാസ്റ്റായി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ അന്തോണീസ് പുണ്യാളൻ്റെ മാല ചാർത്തുന്ന രൂപക്കൂടി വന്ന് മാല ചാർത്തി. അനിയൻ ആദ്യം ചാർത്തി, ശേഷം അമ്മ ചാർത്തി. എന്നിട്ട് അവിടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവസാനമായി ഒന്നുകൂടി പ്രാർത്ഥിച്ചു. അമ്മയുടെ പിറകിൽ ഒത്തിരിയധികം ആളുകളുടെ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാവരും അവരോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നതാണ്. അവസാനമായി ഞാൻ വന്ന് മാലയിട്ടു, പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയങ്ങൾ അവിടെ സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും മറ്റ് ഒരു മാതാവിൻ്റെയും യേശു കുഞ്ഞിൻ്റെയും രൂപം കാണാനിടയായി. അവിടെയും ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുന്നതായി കണ്ടു. തിരികെയുള്ള യാത്രയിൽ ചങ്ങനാശ്ശേരി MLA വിനു ജോബിനെ കാണുവാനിടയായി. അദ്ദേഹം അവിടെ എന്തോ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അവിടെ കാണാൻ സാധിച്ചു. ശേഷം ഞങ്ങൾ ബസ് കയറി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി.